കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഈ ദൈവസഭയോട് ചേർന്ന് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ ഞങ്ങൾക്കും കുടുംബമായും ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവാവസരം ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതേക്ക് ഏകദേശം 11 വർഷത്തിന് മുൻപ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിൽ കടന്നു വരുവാനും 1-2 മീറ്റിങ്ങുകളിൽ സംബന്ധിപ്പാനും ദൈവാവസരങ്ങളെ നൽകി തന്നിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഈ രാജ്യത്ത് വരുവാനും നിങ്ങളോടൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവ് നൽകി തന്ന അനുഗ്രഹീതമായ സമയമോർത്ത് പ്രാരംഭമായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തദാസൻ പറഞ്ഞതുപോലെ ആളുകൾ ചുരുക്കമാണെങ്കിലും കർത്താവ് നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചവർ പലരും ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നിട്ടില്ല, എന്നാൽ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ആനന്ദവും സന്തോഷവും എന്നുള്ള കാര്യം നാം മറന്നു പോകുവാനായിട്ടിടയാകില്ല. പ്രത്യേകിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട സഭയെ ഓർത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ ആരാധിക്കുന്ന ദൈവസഭകളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ നാളുകളായി ഇവിടെയുള്ള ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് പലപ്പോഴും അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. വിശേഷിച്ച് ഈ സഭയുടെ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, തൻ്റെ കുടുംബം, കുഞ്ഞുങ്ങൾ, ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന പല പ്രിയപ്പെട്ടവരെയും വ്യക്തിപരമായ പരിചയമില്ലെങ്കിലും ക്രിസ്തുവിൽ നമ്മളൊക്കെയും ഒന്നായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ ബെൻസനെ, പ്രിയ പൈതലിൻ്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതരാണ്. ദീർഘവർഷങ്ങളായി ഞങ്ങൾ പത്തനാപുരത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് പത്തനാപുരത്തുള്ള പല പ്രിയപ്പെട്ടവരുമായി സഭാ സംഘടനകൾ വ്യത്യാസമെന്നെ സ്നേഹിക്കുവാനും സഹകരിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്കും ഭാഗ്യം നൽകി തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സഭയിൽ ആരാധിക്കുന്ന മറ്റു ചില പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് പരിചിതരാണ്. കർത്താവിൻ്റെ ദാസനും കുടുംബമൊക്കെ ദീർഘവർഷങ്ങളായി ആത്മീയ ബന്ധങ്ങളും ഒക്കെ പുലർത്തുവാൻ കർത്താവ് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെക്ഷനിലാണല്ലോ കടന്നു വന്നിരിക്കുന്നതെന്ന് എനിക്കറിയുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 സെക്ഷനുകളിലും കർത്താവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളോട് സംസാരിക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. ഒരു വാക്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമായിട്ട് വേഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നൽകിയ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലൊരു ചിന്ത ചുരുക്കമായ സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നത്. 1975 ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഏകനായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാനിടയായിത്തീർന്നു. എൻ്റെ സ്വന്തം ദേശം കോട്ടയം ജില്ലയിൽ കറുകച്ചാലിനും മല്ലപ്പള്ളിക്കും ഇടയ്ക്കുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു സാമുദായിക കുടുംബത്തിൽ. എൻ്റെ 19-ാമത്തെ വയസ്സിൽ ഒരു രാത്രിയിൽ കേട്ട ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയും യേശുവിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിൻ്റെ പിൻപിൽ ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ സഹിച്ചു. എങ്കിലും ചില നാളുകൾക്ക് ശേഷമായിട്ട് ദൈവം തന്ന പ്രത്യേക ഒരു ആലോചന പ്രകാരം ദൈവവചനം പഠിക്കുവാനുള്ള ഒരവസരം കർത്താവ് മണക്കാലായിലുള്ള ബൈബിൾ സ്കൂളിൽ എനിക്ക് ലഭിക്കാനിടയായിത്തീർന്നു. ഞാൻ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് രക്ഷിക്കപ്പെട്ടതുകൊണ്ടല്ല.
ഞാൻ പലപ്പോഴും എൻ്റെ സാക്ഷ്യം പറയുന്നിടത്ത് ഓർമ്മപ്പെടുത്താറുണ്ട്. ഒരു പ്രസംഗമോ ഒരു ദൈവശബ്ദമോ കേട്ട് നാം രക്ഷിക്കപ്പെട്ടു എങ്കിലും നമ്മളെ വിശ്വാസത്തിലേക്കും ഒരിക്കൽ പോലും പെന്തക്കോസ് അനുഭവത്തിലും പെന്തക്കോസ് ജീവിതത്തിന് വേണ്ടി എന്താണെന്നൊന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിലേക്ക് എന്നെ ആകർഷിച്ചത് ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ ഒരു ചെറിയ പെന്തക്കോസ്, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഉണ്ടായിരുന്നു. അവർ നടത്തിയ ഒരു കൺവെൻഷനിൽ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. എന്നാൽ 1-2 ആഴ്ചകളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന ആരാധന പള്ളികളിൽ കടന്നു പോകുകയോ അവരുമായുള്ള ബന്ധങ്ങൾ ഒന്നുമില്ലാതെ എന്തോ എനിക്കൊരു പ്രത്യേക ദൈവിക ദർശനത്തിൻ്റെ മുൻപിൽ ഞാൻ 1-2 ആഴ്ചകൾ ഭവനത്തിൽ തന്നെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പോലും പ്രാർത്ഥിക്കുവാനും അറിയാതിരുന്ന കാലഘട്ടത്തിൽ ഒരു പകൽക്കാലം എൻ്റെ ഹൃദയത്തോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അടുത്തുള്ള ആ ദൈവസഭയിൽ, വലിയ സഭയൊന്നുമല്ല, ചാണകം മെഴുകിയ തറ, ഓല ഷെഡ്, ഓലപ്പായ, 10-18 പേർ ആരാധിക്കുന്ന ആ കൊച്ചുകൂടി വരവ് ഞങ്ങളുടെ സമീപത്തിലുണ്ടായിരുന്നു. ഭവനത്തിൽ നിന്ന് ആരോടും അനുവാദം ചോദിക്കാതെ ഞാൻ ആരാധനയിലേക്ക് കടന്നു ചെന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ആത്മീയ സന്തോഷമാണ് എന്നെ ഒരു പെന്തക്കോസുകാരനാക്കി മാറ്റിയത്. ഒത്തിരി പേരൊന്നുമില്ലായിരുന്നു. ഒരു സാധുക്കളായ കുറേ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന സമയക്ലിപ്തമോ സമയം നോക്കിയൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 9 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ അവിടെ എത്തി. 3-3:30 മണി വരെയുള്ളതായ ആരാധനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വളരെ ശക്തമായി. ഇന്ന് പലർക്കും അറിയാമോ എന്നെനിക്കറിയത്തില്ല, അന്നത്തെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഒരു നിറവിലും ആത്മാവിൻ്റെ ഒരു ചൈതന്യത്തിലുമായിരുന്നു. അതൊക്കെ ഇപ്പം നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് എണ്ണപ്പെട്ടു പോയ കാര്യങ്ങളാണ്. ആ ആരാധനയിൽ ഞാൻ ഒരാഴ്ച സംബന്ധിച്ചു, 2 ആഴ്ചകൾ സംബന്ധിച്ചു, 3 ആഴ്ചകളോളം ഞാൻ അവിടെ സംബന്ധിച്ച് ആരാധനയിലാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. സ്നാനപ്പെടുന്നതിന് മുൻപ് തന്നെ ഞാൻ ബൈബിൾ സ്കൂളിലേക്ക് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കി തന്നു. 4 വർഷത്തോളം മണക്കാലായിൽ ദൈവവചനം പഠിച്ചതിന് ശേഷമായിട്ട് ഞാൻ ആദ്യം സഭയുടെ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഒരു ടീമിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവനെ അയച്ചത് പത്തനാപുരത്തേക്കാണ്. പത്തനാപുരവുമായിട്ട് യാതൊരു വിധമായ ബന്ധങ്ങളുമില്ലായിരുന്നുവെങ്കിലും ഞാനൊരു പത്തനാപുരത്തുകാരനായിട്ട് കഴിഞ്ഞ 47 വർഷത്തോളം അവിടെ പാർത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ഏകദേശം 10 സഭകളിൽ, പാസ്റ്റേജുകളിലും ഭവനത്തിലുമൊക്കെ പാർത്തുകൊണ്ട് അടൂർ, കൊട്ടാരക്കര, ശൂരനാട് ആ ഭാഗങ്ങളിലുള്ള ദൈവസഭകളിൽ ഷാരോൺ ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷകനായി ഞങ്ങൾക്ക് കുടുംബമായിരിക്കാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നു. 84 ഞങ്ങളുടെ വിവാഹം നടന്നു. യാക്കോബ സമുദായത്തിൽ നേകയായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കത്തുദാസി എൻ്റെ കുടുംബത്തിൻ്റെ പങ്കാളിയായി ദൈവം തന്നു. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ നൽകി. 4 പേരും കുടുംബസ്ഥരാണ്. ഏറ്റവും ഇളയ മോനാണ് ആൻഡ്രൂസ്. ശാലിനിയും കുഞ്ഞിനെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടൊരുമിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ഈ പട്ടണത്തിലായിരിക്കാൻ കർത്താവ് അവസരം നൽകി തന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങിൽ നിർബന്ധമായി കടന്നു വരണം എന്ന് പല ആവർത്തി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ കടന്നു വരുവാനുള്ള അവസരം ഒരുക്കപ്പെടുവാനിടയായത്. നിങ്ങളോടൊരുമിച്ച് ദൈവത്തെ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നാളെ പകലത്തെ ആരാധനയിലും നിങ്ങളോടൊരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 45 വർഷത്തോളം സഭാ ശുശ്രൂഷയിലായിരുന്നു. 1919 ഞങ്ങളുടെ കൗൺസിലിൽ നിന്ന് മാവേലിക്കര സെൻറ്ററിൻ്റെ പാസ്റ്ററായിട്ട് എന്നെ ചുമതലപ്പെടുത്തുവാനിടയായിത്തീർന്നു. 2024 വരെ മാവേലിക്കര സെൻറ്ററിൻ്റെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് അവസരം നൽകി തന്നു. 24 മുതൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ റീജിയൻ പാസ്റ്റർ എന്ന് പറയുന്ന 2 സെൻറ്ററുകൾ ചേർന്നുള്ള സഭകളുടെ ഉത്തരവാദിത്തമാണ്. ഏകദേശം 10-40ഓളം സഭകളും 10-44 ദൈവദാസന്മാരും എന്നോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നു. അവരോടൊരുമിച്ച് മാവേലിക്കര, തിരുവല്ല മുതൽ കായംകുളം വരെയുള്ള ഭാഗങ്ങളിലുള്ള സഭകളുടെ ചുമതലയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് വരുവാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. നിങ്ങളോടൊരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദീർഘമായ സമയം നമ്മുടെ മുൻപിലില്ലാത്തതുകൊണ്ട് ഞാൻ മുഖവരിയിൽ കൂടുതൽ സമയങ്ങൾ എടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതിൽ ഒരു വേദഭാഗം വായിച്ച്
ചെറിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇന്ന് രാത്രിയിൽ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയാണല്ലോ, അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ ആസ്പദമാക്കി ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ 3.5 വർഷക്കാലം തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തന്നോടൊരുമിച്ച് സന്തത സഹചാരികളായി ഏകദേശം 12 ശിഷ്യന്മാർ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. മിക്കവാറും എപ്പോഴും യാത്ര ചെയ്തിരുന്നു. അവരുടെ ജീവിതത്തിൽ ഈ 3.5 വർഷത്തെ യേശു ഗുരുവിനോട് ചേർന്നുള്ള യാത്രയിൽ ഗുരുവിനോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. അതെന്തൊക്കെയാണെന്നറിയാമോ? നമ്മൾ വചനം കൂടെ പഠിക്കുക കൂടെയാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് ആവശ്യപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരടുക്കൽ വന്നു, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് കർത്താവിനോട് ആവശ്യപ്പെട്ടു. 2-ാമത്തെ വിഷയം അറിയാമോ? 2-ാമത്തെ വിഷയം, കർത്താവിനോട് ചോദിച്ച 2-ാമത്തെ വിഷയം, വീട് വേണമെന്ന് ചോദിച്ചില്ല, കാറ് വേണമെന്ന് പറഞ്ഞില്ല, മക്കളെ കാനഡായി വിടണമെന്ന് ചോദിച്ചില്ല, ആമേൻ, നല്ല ജീവിതം, ബാങ്ക് ബാലൻസ് നൽകണമെന്നൊന്നും ആരും ആവശ്യപ്പെട്ടില്ല. 2ാമത് അവർ ആവശ്യപ്പെട്ട കാര്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. 14ആണോ 17ആണോ? 5-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ പ്രാരംഭമായൊരു സന്ദേശം ദൈവമക്കളോട് ഞാൻ പറയാം. പ്രാർത്ഥനയും വിശ്വാസമുണ്ടോ, അതോടുകൂടി ഇതെല്ലാം ലോകത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് മുഴുവൻ ലഭിക്കും. നമ്മളൊന്നും മറ്റൊന്നും കർത്താവിനോട് പറയണം, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കേക്കാൾ ഉപരിയായിട്ട് ആമേൻ, നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്ക് മുൻപിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും. 2, നമുക്ക് വിശ്വാസമുണ്ടായാൽ നാം ചോദിക്കുന്ന എല്ലാ വിഷയത്തിലും, ദൈവജനത്തിലൊരു വാക്യമുണ്ട്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ താല്പര്യപ്പെടുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട് ആരെങ്കിലും ശബ്ദം ഉയർത്തി. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കഴിഞ്ഞ ചില ദിവസങ്ങളായി നിൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദിവസങ്ങളിലായിരിക്കുന്നു. അതിൻ്റെ അവസാന സെക്ഷനിൽ ദൈവമുൻപാകെ കടന്നു വന്നിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ തിരുവചനത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം അതിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, ഞങ്ങൾ വളരെ ചുരുക്കം പേർ മാത്രമാണെങ്കിലും ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഒരു വാക്കുണ്ടെങ്കിലും, ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ വന്നില്ലെങ്കിലും ഒരു വാക്കെങ്കിലും കർത്താവിൻ്റെ ആത്മാവരോട് സംസാരിക്കണമേ നിങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിച്ചാട്ട്. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ഈടുറ്റതായ 14 ലേഖനങ്ങളാണ്
പുതിയ നിയമ ദൈവസഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൽ പൗലോസിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്. 14 ലേഖനങ്ങളിലും ഒരു ദൈവ പൈതലിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സന്ദേശങ്ങളാണ് പൗലോസ് നമുക്ക് നൽകിയിരിക്കുന്നത്. 14 ലേഖനങ്ങൾ, എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങളാണ് പൗലോസിനാൽ രചിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഈ 14 ലേഖനങ്ങളെയും വിവിധ തലങ്ങളിൽ തിരിച്ച് പഠിക്കുകയും ചെയ്യാനിടയായിട്ടുണ്ട്. അനുഗ്രഹീതനായ കർത്തദാസനൊക്കെ നന്നായി ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരാണല്ലോ. വളരെ പ്രായവും പക്വതയുള്ള ദൈവമക്കളുമാണല്ലോ ദൈവത്തെ ഇവിടെ ആരാധിക്കുവാനായിട്ട് ദൈവം ആമേൻ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. 14 അധ്യായങ്ങളിൽ കാരാഗ്രഹ ലേഖനങ്ങൾ പേരിനാൽ അറിയപ്പെടുന്ന 4 പുസ്തകങ്ങളാണ് ആമേൻ ഈ ലേഖനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 14 ലേഖനത്തിലെ 4 ലേഖനങ്ങൾ പൗലോസ് അപ്പോസ്തലൻ 4 മാത്രമല്ല, ആമേൻ മറ്റു ചില പുസ്തകങ്ങളുടെ കാരാഗ്രഹത്തിൽ എഴുതിയെങ്കിലും വേദപണ്ഡിതന്മാരുടെ ചിന്തനയിൽ വന്നിരിക്കുന്ന 4 പുസ്തകങ്ങളാണ് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. ആ പുസ്തകങ്ങളൊന്ന് പറയാമോ? പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ 4 ഏതൊക്കെയാണെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മതി, മലയാളത്തിൽ തിമത്തിയോസിൻ്റെ ലേഖനം കാരാഗ്രഹ ലേഖനം എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. തിമത്തിയോസിൻ്റെ ലേഖനം കാരാഗ്രഹത്തിൽ വെച്ചെഴുതിയ ലേഖനമാണെങ്കിലും വേദപഠനത്തിൻ്റെ നിലയിൽ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 പുസ്തകങ്ങളാണ്. ഒന്ന് എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം. ഈ 4 ലേഖനങ്ങളാണ് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിനാൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണെന്നോടൊന്ന് പറഞ്ഞാട്ട്, എഫേസ്യ ലേഖനം, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലോമോൻ. ഈ 4 പുസ്തകങ്ങളാണ് പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ലേഖനങ്ങളുടെ രാജ്ഞി എന്ന പേരിനാലാണ് എഫേസ്യ ലേഖനത്തെ അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വേദപുസ്തകത്തിലെ ലേഖനങ്ങളുടെ രാജ്ഞി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് 5-6 അധ്യായങ്ങളിൽ കൂടെ ദൈവസഭയെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്നുള്ളത്. ആമേൻ. പൗലോസിനെ കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ആഴമായി ഇറങ്ങി പഠിച്ചാൽ തൻ്റെ ലേഖനങ്ങളിലെല്ലാം പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, അല്ലേ? തൻ്റെ ലേഖനങ്ങളെല്ലാം മറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 14 ലേഖനങ്ങൾ പഠിച്ചാലും പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവദാസനായിരുന്നു പൗലോസ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ദൈവമക്കളോട് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യത കൊടുത്താൽ നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്ന ഏത് പ്രതികൂലങ്ങളുടെ കാറ്റുകളെയും അമർച്ച ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയും. രക്തത്താൽ ജയം. എത്ര പേരിന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? പ്രാർത്ഥനയിൽ ഈ കാലഘട്ടങ്ങളിൽ നമുക്കൊന്ന് ഉണരുവാൻ. നമ്മളൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ബിസിയായി ഓടിപ്പോകുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയുടെ സമയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരുവാനിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിന് മുന്നിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികളുടെ മുൻപിലും ജയിക്കുവാൻ കഴിയുന്ന ഏക മാർഗമെന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയങ്ങൾ വേർതിരിക്കുന്നതാണ്. ആമേൻ. എത്ര പേർ ആമേൻ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കും? എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടേതായ അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിന്ന് രാത്രിയിലെ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കുവാൻ ഈ രാത്രിയിൽ ദൈവം സഹായിക്കട്ടെ. കർത്താവേ, ഇന്നലകളിൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ ദീർഘസമയങ്ങൾ വേർതിരിച്ചതാണ്. പ്രാർത്ഥനയിൽ കൂടെ അനേക കാര്യങ്ങൾ നേടിയതാണ്. പ്രാർത്ഥനയിൽ കൂടെ അനേക വിടുതലുകൾ പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദിവസങ്ങളൊന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണമായി ഇടയാകട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. ദൈവജനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കപ്പെടുവാൻ വേണ്ടിയാണ്, അല്ലേ? വചനമാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി നൽകുന്നത്. അങ്ങനെ പ്രാർത്ഥനാ മനുഷ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. തൻ്റെ ലേഖനങ്ങളിൽ മുഴുവൻ
നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പല പ്രാർത്ഥനകളും സഭയ്ക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും വ്യക്തിപരമായും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ എഫെസ്യ ലേഖനത്തിൽ പ്രധാനപ്പെട്ടതായ 2 പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനകൾ പൗലോസ് പറയും. ഒന്നാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ പൗലൂസിൻ്റെ പ്രാർത്ഥനയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ പ്രാർത്ഥിക്കുന്നു എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന വേദഭാഗം അതാണ്. 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട തൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത്, ആ പ്രാർത്ഥനയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? പ്രകാശിക്കണം. അതിനുവേണ്ടിയാണ് താൻ പ്രാർത്ഥിക്കുന്നത്. തൻ്റെ ഹൃദയദൃഷ്ടിയൊന്ന്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ആ വാക്യങ്ങളൊന്ന് പഠിച്ചാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വ്യാപാരം നമ്മൾ അറിയണം. പല കാര്യങ്ങൾ പറയുന്നെങ്കിലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നമുക്കുണ്ടാകേണ്ട 1-ാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിക്ക് എന്തുണ്ടാകണം? ഒരു പ്രകാശം ഉണ്ടാകണം. 1-ാമത്തെ പ്രാർത്ഥന അതാണ്. 2-ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വായിച്ച ഭാഗങ്ങളിൽ 3-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായി എടുത്തു പറയുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് ജനത്തോട്, എഫേസ്യയിലുള്ള ദൈവസഭയോട് പറയുന്നത്. എഫേസ്യയിലുള്ള ദൈവസഭ തൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ അവിടെ കടന്നു ചെന്ന് പ്രവർത്തിച്ച് വളരെ ജാതിക ശക്തികൾ തികഞ്ഞു നിന്നിരുന്ന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്ന അർത്തമീസ് ദേവിയുടെ ഒരു വലിയ ബിംബം അവിടെ ഉണ്ടായിരുന്നു. അതിനെ ആരാധിക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ അന്യദൈവ ആരാധനയ്ക്കെതിരെ ശക്തമായി സംസാരിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ ആഴമായി സംസാരിച്ചിട്ട് അവിടെ ഒരു കൂട്ടം ദൈവമക്കൾ വാസ്തവമായി ജീവനുള്ള ദൈവത്തെ കണ്ടുമെത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു സഭ അവിടെ ആരംഭിച്ചു, എഫെസോസിലുള്ള ദൈവസഭ. ആ സഭയോടാണ് പറയുന്നത്, 2-ാമത്തെ പ്രാർത്ഥനയിൽ പറയുന്ന വിഷയമെന്ന് പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതാണ് 2-ാമത്തെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പൗലൂസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കുവാനായിട്ടിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ പ്രാർത്ഥനയുടെ ഘടന എങ്ങനെയാണെന്നുള്ളത് പൗലൂസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 14-ാം വാക്യം ഒന്ന് വായിച്ചേട്ടെ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ഒന്നാമത് അവൻ പറയുന്ന കാര്യം, ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നോ പ്രാർത്ഥിക്കേണ്ടത് ആരോടാണെന്നോ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റാറുണ്ട്. പൗലോസ് പറയുന്നു, സ്വർഗത്തിനും ഭൂമിക്കും പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ പ്രാർത്ഥന ആരോടായിരിക്കണം? പിതാവായ ദൈവത്തോട്. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പ്രാർത്ഥന പഠിപ്പിക്കാൻ ചോദിച്ചപ്പോൾ അവൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന പിതാവിനോട് ആയിരിക്കണം. പിതാവിൻ്റെ സന്നിധിയിൽ അവിടെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥന എന്നാണ് അടുത്ത ഭാഗം കാണുന്നത്. അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലൂസിൻ്റെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ അവസാന പുസ്തകങ്ങൾ 20, 19, 20, 21 അധ്യായങ്ങളിൽ പല പ്രാവശ്യവും പൗലൂസ് പ്രാർത്ഥിക്കുവാനായിട്ട് മുട്ടുകുത്തിയതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വിഷയത്തിൻ്റെ കാഠിന്യതകളും അതെങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് നമുക്ക് പലപ്പോഴും മുട്ടുകുത്താൻ. പണ്ട് നമ്മുടെ കോവിഡ് വരുന്നതിന് മുൻപൊക്കെ തറയിലിരുന്ന് ആരാധിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് വരുന്നു, ഞാൻ ഓടനാവട്ടം സഭയിൽ ഇരിക്കുന്ന സമയം വരെ എനിക്ക് ഏകദേശം ഇന്നൊരു 10-15 വർഷത്തിന് മുമ്പാണ് ഞാൻ അവിടെ ഇരുന്നത്. എനിക്ക് തോന്നുന്നു 2008 വരെയാണ് അവിടെ ഞാൻ ശുശ്രൂഷിച്ചത്. ആ സമയം വരെ ഞാൻ ആരാധനയ്ക്കിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും
മുട്ടുകുത്തിയ ദൈവസന്നിധിയിൽ ഇരിക്കത്തുള്ളായിരുന്നു. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ആരാധന തുടങ്ങുന്നതിന് ഒരു 10-15 മിനിറ്റിന് മുമ്പ് വന്ന് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് മുട്ടുകുത്തും. ഞാൻ സഭാ ശുശ്രൂഷ ആരംഭിച്ച കാലം മുതൽ അത് പഠിച്ചത് ആരെങ്കിലും നിന്നാണെന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ച ദൈവദാസനായ TG കോശി എന്ന് പറയുന്ന കർത്തദാസനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആ ദൈവദാസൻ്റെ നല്ല പ്രായം വരെയും അദ്ദേഹം ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ അദ്ദേഹം സ്റ്റേജിൽ വന്ന് മുട്ടുകുത്തി അല്ലാതെ ദൈവസന്നിധിയിൽ ഇരിക്കുകയില്ലായിരുന്നു. അത് കണ്ട് ഞങ്ങൾ പഠിച്ചതുകൊണ്ട് ഞങ്ങളുടെ ആരാധനയിൽ എനിക്ക് 2008 മുതൽ മുട്ടിന് വേദനയുണ്ട്. ഞാൻ ഒത്തിരി നേരം എഴുന്നേറ്റ് നിൽക്കാഞ്ഞതും അതുകൊണ്ടാണ്. 2 മുട്ടിൻ്റെയും തേയ്മാനമാണ്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് മുട്ട് ഇപ്പം മടക്കാൻ ഒക്കെയല്ല. ഞാൻ പറഞ്ഞില്ല, 2008 വരെ ഞാൻ 1979 മുതൽ 78 മുതൽ സഭാ ശുശ്രൂഷയിലിരിക്കുന്ന ഒരു ദൈവദാസനാണ്. അതുമുതൽ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ എപ്പോൾ ആരാധനയ്ക്കിരുന്നാലും ഞാൻ മുഴങ്കാലിരുന്ന് ദൈവത്തെ ആരാധിക്കത്തുള്ളായിരുന്നു. അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും മുട്ടുകുത്തുവാനോ ദൈവസന്നിധിയിൽ നിന്ന് മുഴങ്കാൽ മടക്കിയിരിക്കാനോ കഴിയാതെ വണ്ണം ശരീരം കൊണ്ട് ബലഹീനരായിരിക്കുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പഠനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ തീവ്രമായ വേദനയുടെ മുമ്പിൽ, നമുക്കറിയാമല്ലോ, ഗെഥസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ മുട്ടുകുത്തി വരുവാൻ പോകുന്ന തീവ്രമായ വേദനയുടെ മുമ്പിൽ അതിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കേണ്ടതിന്, അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടിയാ അല്ല കർത്താവ് പ്രാർത്ഥിച്ചത്. ആ തീവ്രമായ വേദനയുടെ നടുവിൽ താൻ അടുത്ത ദിവസം നീചന്മാരായ യഹൂദ പടയാളികൾ തന്നെ പിടിച്ചു കൊണ്ടുപോയി ക്രൂശ് മരണം തന്നെ മുൻപിൽ ഒരുക്കപ്പെടുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 22-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ ഗെഥസമന തോട്ടത്തിൽ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. 3 സുവിശേഷകന്മാർ യോഹന്നാൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും യേശുവിൻ്റെ ഗെഥസമന തോട്ടത്തിലെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് പറയുന്നു അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിൽ അവൻ കവണ് വീണു പ്രാർത്ഥിച്ചു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ നിലത്തു വീണ് കിടന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞാനൊരു സന്ദേശം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ വിഷയങ്ങളുടെ തീവ്രതയുടെ മുൻപിൽ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാൻ നാം തയ്യാറായാൽ, മുട്ടുകുത്തുവാൻ തയ്യാറായാൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. പണ്ടൊരിക്കൽ ഒരു ദൈവദാസനും പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തിയാൽ മറ്റൊരു മനുഷ്യൻ്റെയും മുമ്പിൽ മുട്ടുകുത്തുവാൻ സമ്മതിക്കുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം. എത്ര പേര് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന്, പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? ദൈവസന്നിധിയിൽ അല്പസമയമെങ്കിലും, ആരോഗ്യമുള്ള സമയങ്ങളിൽ മുട്ടുമടക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന സമയം വരെയെങ്കിലും ദൈവം മുൻപാകെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലിരിക്കുവാൻ, കവണ വീണ് കരയുവാൻ തക്കവണ്ണമായി ദൈവം ഇടയാക്കട്ടെ. പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. വേദപുസ്തകത്തിൽ അനേകരുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശലോമോൻ രാജാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ അവൻ്റെ പ്രാർത്ഥന അവൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ദാവീദ് രാജാവ് അവൻ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ മുഹമ്മദ് ദൈവസന്നിധിയിൽ കാലുകൾക്കിടയിൽ കുനിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഇന്ന് ആത്മീയ സന്ദേശമായി ദൈവജനത്തോട് പറയട്ടെ. മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് തയ്യാറായാൽ, നിന്റെ വലിയേറിയ കനമേറിയ വിഷയങ്ങൾക്ക് മുൻപിലും മറുപടി തരുന്ന ഒരു സ്വർഗമുണ്ടെന്നുള്ള കാര്യം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ കൈമാറുകയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറട്ടെ. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആരോട് പ്രാർത്ഥിക്കണം? നമ്മൾ ചിന്തിച്ചു. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഏത് നാമത്തിൽ പ്രാർത്ഥിക്കണം? എഫേസ്യ ലേഖനം ഒന്ന് നോക്കിയാട്ടെ. 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വേഗം 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വേഗത്തിൽ കടന്നു വരാം. ആമേൻ, സ്തോത്രം.
എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഏത് നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് പിതാവിനോട് പ്രാർത്ഥിക്കണം, ആമേൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഏത് നാമത്തിൽ പ്രാർത്ഥിക്കണം? കർത്താവിൻ്റെ നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവും ദൈവമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, പ്രാർത്ഥന എപ്രകാരമായിരിക്കണം എന്നുള്ളതും എഫേസ്യ ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. 6-ാം അധ്യായം 18-ാം വാക്യം വേഗം ഒന്ന് വായിച്ചാട്ടെ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ഒരു 5 ഘടകങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന ആരോടായിരിക്കണം? ദൈവത്തോടായിരിക്കണം. പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? മുട്ടുകുത്തിയായിരിക്കണം. പ്രാർത്ഥന ഏത് നാമത്തിലായിരിക്കണം? യേശുവിൻ്റെ നാമത്തിലായിരിക്കണം. പ്രാർത്ഥന എങ്ങനെയായിരിക്കണം? എപ്രകാരമായിരിക്കണം? ആമേൻ, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിനും സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സെക്ഷനിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ദൈവസഭയോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിനക്ക് മുൻപിൽ ഉയർന്നു വരുന്ന അന്ധകാരത്തിൻ്റെ കോട്ടകളെ പിശാചിനറിയാത്തൊരു ഭാഷ എന്ന് പറയുന്ന ആത്മാവിലുള്ള പ്രാർത്ഥനയാണ് നമുക്കിന്ന് രാത്രികാലം ആമേൻ ഒന്ന് ഒരുക്കപ്പെടുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിശാചിന് അവസരം കൊടുക്കാതെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നതായ സകല കോട്ടകൾ ഇടിഞ്ഞു മാറുവാൻ, സകല ബന്ധനങ്ങളും അടിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആത്മാവിന്റെ ഒരു ശക്തി ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ നിറവിൽ വേണം ദൈവമക്കൾ പ്രാർത്ഥിക്കുക. നമുക്കൊക്കെ അതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. പോകട്ടെ, അവിടേക്കൊന്നും ഞാൻ ഇന്ന് പകൽക്കാലം ഇറങ്ങാതെ വേഗത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച് 4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്ന സമയം നമുക്ക് മുമ്പിൽ ലഭിക്കപ്പെടുന്ന അനുസരിച്ച് ഞാൻ പെട്ടെന്ന് നിർത്താനും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് വായിച്ചാട്ട് അതിൻ്റെ അടുത്ത വാക്യം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടണം. സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. എനിക്ക് തോന്നുന്നു 1 കൊരിന്ത്യരാണോ 2 കൊരിന്ത്യരാണോ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. 2 കൊരിന്ത്യർ 4:16 പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 4:16. അതെ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ നാൾക്കുനാൾ ശക്തിപ്പെടുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ ആമേൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ പ്രാർത്ഥന ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മളെല്ലാം ഈ പുറത്ത് മനുഷ്യന് വേണ്ടിയാണ് ചെയ്യാവുന്നത്. ഇങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ഒരു കുറഞ്ഞത് 2-3 പ്രാവശ്യമെങ്കിലും കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നോക്കി ചെയ്ത് ശരിയായോ, മുഖത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ? അതെല്ലാം പുറമെ നമുക്ക് ശരീരത്തിന് കൊടുക്കേണ്ട മാന്യതകളെല്ലാം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, ഇതെല്ലാം വേണം. പക്ഷേ പൗലൂസ് എഫെസോസിലുള്ള ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട്. ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് പൗലൂസേ
3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണമായിട്ടിടയായിത്തീർന്നു. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെന്ന് പറയുന്നതിൻ്റെ 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച്, സ്നാനപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധാത്മാവിൽ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം ചില ഉത്തരവാദിത്വം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ലോകമനുഷ്യർക്കില്ല ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിക്കും. അതിനാണ് ദൈവം നമ്മെ ഇതിനകത്ത് കൊണ്ടുവന്നത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നതിന് വേണ്ടിയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വേദഭാഗം വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിൻ്റെ ഉത്തരവാദിത്വം, നമ്മുടെ പക്കൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. ഒന്നാമത്തെ വിഷയം അതാണ്. ഉത്തരവാദിത്വം നാം നിറവേറ്റേണ്ടതിന് വേണ്ടിയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നത്. വായിച്ചാട്ടെ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികത്ത് മെതിക്കുകയായിരുന്നു. നമുക്കിതിൻ്റെ പശ്ചാത്തലം, 6-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര തിരിച്ചു. കനാൻ ദേശത്തിലേക്ക് അവർ യാത്ര പുറപ്പെട്ടു. യോർദാൻ കടന്നു കഴിഞ്ഞുകൊണ്ട് മോശെ അവരോട് പറഞ്ഞു, യോശുവയൊക്കെ പറഞ്ഞു, നമ്മൾ പോകുന്ന ദേശം ഏതാണ്? പാലും തേനും ഒഴുകുന്ന ദേശമാണ്. പക്ഷേ ഒരിക്കൽ പോലും മോശയും യോശുവായും ഒന്നും പറഞ്ഞില്ല. ഇപ്പം ന്യായാധിപന്മാരുടെ കാലമായി. അവരെല്ലാം പറയുന്നത് നമ്മൾ പോകുന്ന ദേശം ഏതാണ്? പാലും തേനും ഒഴുകുന്ന ദേശം. വലിയ സന്തോഷമായി. കാരണം 400 സംവത്സരം മിസ്രൈമി അടിമത്തത്തിൽ കിടന്ന് വേല ചെയ്ത് നടുവൊടിഞ്ഞ ജനത്തോട് പറയാണ്, ദൈവം നിങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിച്ച് പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുകയാണ്. കേട്ടപ്പോൾ ജനത്തിന് സന്തോഷമായി. അവരെല്ലാം പുറപ്പെട്ടു. മോശയുടെ കാലം കഴിഞ്ഞു, യോശുവയുടെ കാലം കഴിഞ്ഞു. മുമ്പിലുണ്ടായിരുന്ന പല പ്രതിസന്ധികളെയും അവർ തരണം ചെയ്തു. ആദ്യത്തെ പ്രതിസന്ധി ചെങ്കടലായിരുന്നു. ചെങ്കടലിനെ ദൈവം വറ്റിച്ച് ഉണങ്ങിയ നിലത്തൂടെ എന്ന പോലെ അവരെ അക്കരെ എത്തിച്ചു. ദീർഘസംവത്സരങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ ആഹാരം കൊടുത്തു. വേണ്ടതായ വസ്ത്രം കൊടുത്തു. എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് മുൻപോട്ട് പോയി. അതിനുശേഷമായി മോശയുടെ മരണശേഷം യോശുവയെ ദൈവം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. യോശുവയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന യെരിഹോ കോട്ടയായിരുന്നു. അതിനെയും ദൈവം ഇടിച്ച് അക്കരെ എത്തിച്ചു. എങ്കിലും അവർക്ക് മുൻപിൽ അവരുടെ വാഗ്ദത്തങ്ങളെ പിടിച്ചുകൊണ്ട് നിന്ന ചില ജാതീയ ശക്തികളുണ്ടെന്നുള്ള കാര്യം ഇവരാരും പറഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ഒരു ആത്മീയ ദൂത് ദൈവസഭയോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പാലും തേനും ഒഴുകുന്ന ദേശത്തേക്കാണ് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നതെങ്കിലും അത് ദേശം അവകാശമാക്കണമെങ്കിൽ ചില പോരാട്ടങ്ങൾ നടത്തിയേ മതിയാകുകയുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മുൻപിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി ദൈവിക കൃപയ്ക്ക് എത്തിക്കാതിരിക്കുവാൻ തക്കവണ്ണം ശത്രുവായവൻ പല മണ്ഡലങ്ങളിൽ പോരാടുമ്പോൾ ഈ രാത്രികാലം ആത്മാവിൽ ഞാനൊരു ദൂത് ദൈവസഭയോട് പറയട്ടെ, അത് അവകാശമാക്കണമെങ്കിൽ ചില പോരാട്ടങ്ങൾ നടത്തിയേ മതിയാകത്തുള്ളൂ. നമുക്ക് മുൻപിൽ നിൽക്കുന്ന ചില ശക്തികളോട് പോരാടി. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പോരാട്ട ജീവിതമാണ്. ഇസ്രായേൽ മക്കൾ വരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ ചില ജാതി ശക്തികൾ പേടിച്ചു പോയി, അവരോടിപ്പോയി. എന്നാൽ ചില ശക്തികൾ ഇപ്പോൾ ഇത് ന്യായാധിപന്മാരുടെ ഗിദിയോൻ്റെ കാലമായപ്പോഴേക്കും 6-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 ജാതീയ ശക്തികൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അത് ഏതൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ന്റെ 1 മുതൽ ഏൽപ്പിച്ചു. മിദ്യാന്യരും
അമാലേക്യരും 3 പ്രധാനപ്പെട്ട ശക്തികൾ. ഏതാണ്ട് ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ 15ഓളം ജാതിക ശക്തികൾ ഇസ്രായേൽ മക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുവാനിടയായി തീർന്നു. ഞാനൊരു ആത്മീയ സന്ദേശം ഇന്ന് രാത്രികാലം ദൈവസഭയോട് പറയാം. ചില വിഷയങ്ങൾക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാതെ തന്നെ പലപ്പോഴും ദൈവപ്രവൃത്തി നടന്നു വന്നേക്കാം. നമ്മളെ ഭയപ്പെട്ട് ചില ശക്തികൾ ഓടിപ്പോയി എന്ന് വന്നേക്കാം. നമ്മുടെ പോരാട്ടത്തിന് നടുവിൽ ചിലരൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോയെങ്കിലും ചില ശക്തികൾ അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ശക്തികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. മിദ്യാന്യർ, അമാലേക്യർ, കിഴക്കേ ദേശക്കാർ. ഈ 3 ശക്തികൾ ഇപ്പോൾ ഗിദെയോന്റെ കാലത്ത് അവകാശങ്ങളെ കൈക്കലാക്കിയിരിക്കുകയാണ്. ഈ കിഴക്കേ ദേശം എന്ന് പറയുന്നത് വേദപുസ്തകം പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫെലിസ്തീയ ദേശത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 ശക്തികൾ: ഫെലിസ്തീയ ദേശം, ഹല്ലേലൂയ, അമാലേക്യ ശക്തി, മിദ്യാന ശക്തി. നമ്മൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓരോ ശക്തികളുടെയും പ്രത്യേകത വിവിധ തലത്തിലാണ്. നമ്മളോടുള്ള പോരാട്ടം വിവിധ നിലയിലാണ്. ഫെലിസ്തീയ ശക്തിയെക്കുറിച്ച് അഥവാ കിഴക്കേ ദേശത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം ഹല്ലേലൂയ 17-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫെലിസ്തീയ മലനായ ഗോലിയാത്ത് 40 രാവും 40 വൈകുന്നേരവും ഇസ്രായേൽ മക്കളെ നേരെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. ചില പോരാട്ടങ്ങളൊക്കെ നേർക്ക് നേരെയാണ് അല്ലേ? ശ്വാസജീവിതത്തിൻ്റെ പഴക്കമുള്ള പല ദൈവമക്കളും ഇതിനകത്തിരിപ്പുണ്ട്. ഇന്നലകളിൽ നമുക്ക് മുൻപിൽ പല പോരാട്ടങ്ങളും വന്ന് നേർക്ക് നേരെ വെല്ലുവിളിച്ചാണ്. എന്നാൽ അമാലേക്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നേരെ നിന്ന് വിളിക്കുകയാണ് ഫെലിസ്ത്യർ. അമാലേക്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെയൊന്നും വരികയില്ല. ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 25-ാം അധ്യായത്തിൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കട്ടെ. 17-18 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്: നമ്മുടെ ബലഹീനതകൾ മനസ്സിലാക്കി, അല്ലേ? അതെ, അവൻ ദൈവത്തെ ഭയപ്പെടാതെ വഴിയിൽ നിന്റെ നേരെ വന്ന് നീ ക്ഷീണിച്ചും തളർന്നിരിക്കുമ്പോൾ നിന്റെ പിന്നിലുള്ള ബലഹീനതകൾ ഒക്കെയും സംഗ്രഹിച്ചത്. സ്തോത്രം. ഫെലിസ്ത്യൻ വരുന്നത് എങ്ങനെയാണ്? നേർക്ക് നേരെയാണ്. അമാലേക്കർ വരുന്ന നേരെയല്ല. നീൻ്റെ ബലഹീനത ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മളെ പരാജയപ്പെടും. നമ്മുടെ ക്ഷീണങ്ങൾ മനസ്സിലാക്കി നമ്മളെ ബലഹീനതകൾ കണ്ട് നമുക്കെതിരെ പോരാടുന്ന ഒരു ശക്തിയുണ്ട്. അത് അമാലേക്കിൻ്റെ വ്യാപാരമാണെന്ന് തിരിച്ചറിയേണ്ടതിനാണ് നമ്മളൊക്കെ ഉപവസിക്കുന്നത്. നമ്മുടെ മുൻപിൽ നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ശക്തി എന്താണ്? ഫെലിസ്ത്യനാണോ? നേർക്ക് നേരെയുള്ള വെല്ലുവിളിയാണോ? അല്ല. നമ്മുടെ ബലഹീനതകൾ, പ്രാർത്ഥനയുള്ള ബലഹീനതകൾ, ഉപവാസത്തിലുള്ള ബലഹീനതകൾ ഒക്കെ മനസ്സിലാക്കി നമുക്കെതിരെ പിന്നിൽ നമ്മുടെ ശക്തി ക്ഷയിക്കുമ്പോൾ പിന്നിൽ നിന്ന് നമുക്കെതിരെ പോരാടുന്ന ചില ശക്തികളുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ചില ബലഹീന ശക്തികൾക്ക് നമ്മുടെ മുമ്പിൽ പോർ വിളിക്കുമ്പോൾ, നമ്മുടെ ബലഹീനതകളുടെ മുമ്പിൽ നമുക്കെതിരെ ശത്രു വെല്ലുവിളിക്കുമ്പോൾ അത് തിരിച്ചറിയുവാനുള്ള കാഴ്ചപ്പാട് ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിൽ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ചില ബലഹീനതകൾ മനസ്സിലാക്കി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില ശക്തികൾക്കെതിരെ ഈ ദിവസങ്ങളിൽ നിന്ന് പോരാടുവാൻ, ശക്തിപ്പെടുവാൻ, ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ദൈവസഭ ഈ ദിവസങ്ങൾ ഒരുങ്ങട്ടെ. ചില മേഖലകൾ ഇന്ന് രാത്രികാല ഒരു വലിയ പ്രസംഗമായിട്ടല്ല ഞാൻ പറയുന്നത്. ചിലതിനോട് പോരാടുവാനുള്ള ദൈവശക്തി സംഭരിക്കുന്നതാകട്ടെ ഈ പ്രാർത്ഥനയെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ ശക്തി എന്താണ്? മിദ്യാന്യ ശക്തി. അതിൻ്റെ പോരുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അതിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നു: പർവ്വതങ്ങളിലും ഗുഹകളിലും മൃഗങ്ങളിലും ഇസ്രായേൽ മക്കൾ ഒന്ന് വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും, അല്ലേ? പല അമാലേക്കിൻ്റെ മിദ്യാന്യ ശക്തി എന്ന് പറയുന്നത് 1 ഫെലിസ്ത്യ ശക്തി, 2 അമാലേക്യ ശക്തി, 3 മിദ്യാന്യ ശക്തി. മിദ്യാന്യ ശക്തി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കുടുംബത്തിനകത്തെ സ്വസ്ഥത നഷ്ടപ്പെടുത്തും. അവരെല്ലാം ഓടിക്കുകയാണ്, അല്ലേ? പർവ്വതങ്ങളിലേക്കും ഗുഹകളിലേക്കും ദുർഗങ്ങളിലേക്കും അവർ ശരണം പ്രാപിക്കുകയാണ്.
വീട്ടിനകത്ത് സ്വസ്ഥത തരികയില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ശുശ്രൂഷിക്കുകയാണ്, ആത്മാവിൽ വചനം കൈമാറുകയാണ്. പലപ്പോഴും നമ്മുടെ കുടുംബത്തിനകത്തെ സ്വസ്ഥതയെ കെടുത്തുന്ന, സമാധാനത്തെ കെടുത്തുന്ന, സന്തോഷത്തെ ഇല്ലാതാക്കുന്ന വ്യാപാരം വരുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അത് മിഥ്യാന്യ വ്യാപാരമാണ്. അത് തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടുവാനുള്ള ആത്മധൈര്യം പ്രാപിക്കണം. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നറിയണമോ? നമ്മുടെ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, വീട്ടിനകത്തെ സ്വസ്ഥത കെടുത്തി. രണ്ടാമത്തെ കാര്യം കേൾക്കണമോ? അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ വരെയുള്ള നാട്ടിലെ ഭൗതിക മണ്ഡലങ്ങളെ ഇല്ലാതാക്കുന്നു. ഈ പുസ്തകം പഠിക്കുമ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയമുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. ഈ മിദ്യാനിരെന്ന് പറഞ്ഞ ഇസ്രായേൽ മക്കൾ വന്നു കഴിഞ്ഞപ്പോൾ സ്ഥലമൊന്നും അവർക്ക് വലുതായിട്ട് അറിയത്തില്ല. കൃഷി ചെയ്യേണ്ട സ്ഥലം കാണിച്ചു തരും. കൂടെ നിന്ന് ഒരുപക്ഷെ പണിയെടുക്കും. വെള്ളം കോരേണ്ട സമയത്ത് കടങ്ങളൊക്കെ വൃത്തിയാക്കേണ്ട കട്ടകളൊക്കെ കളയണമെങ്കിൽ അതെല്ലാം കളഞ്ഞു തരും. വിത്ത് വിതയ്ക്കാൻ കൂടെ നിൽക്കും, വെള്ളമൊഴിക്കാൻ കൂടെ വരും, വളമിടാൻ കൂടെ വരും. പക്ഷേ ഇവിടെ നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ, ആ അധ്യായം പഠിക്കുമ്പോൾ ഗിദെയോൻ മനസ്സിലായി, കൊയ്ത്തു വരുന്ന സമയത്ത് ആ ഫലത്തെ അവർ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നൊരു വ്യാപാരമാണ് മിദ്യാന്യ ശക്തി. ഇന്ന് രാത്രിയിൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, കയ്യിൽ ലഭിക്കേണ്ട നന്മ കയ്യിൽ വരുന്നതിന് തൊട്ട് മുൻപേ അതിനെ ഇല്ലാതാക്കുന്ന ഒരു വ്യാപാരം മിദ്യാന്യ വ്യാപാരമാണ് കേട്ടോ. അതിന്ന് രാത്രിയിൽ ദൈവമക്കൾ തിരിച്ചറിയണം കേട്ടോ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ ഈ സന്ദേശം കൈമാറുകയാണ്. ഫലം ലഭിക്കേണ്ട അവസരത്തിൽ, കൊയ്ത് കളപ്പുരയിൽ കൂട്ടേണ്ട സമയത്ത് അവർ, നമ്മൾ 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അവർ വന്ന് അത് വിളകളെ മുഴുവനായി കൊയ്തു കൊണ്ടുപോകുകയാണ്. രണ്ടാമത്തെ ശക്തി, രണ്ടാമത്തെ പോരാട്ടം അങ്ങനെയാണ്. ഒന്ന്, വീട്ടിലെ സ്വസ്ഥത കെടുത്തും മിദ്യാന്യർ. 2, വിള നശിപ്പിക്കും. മൂന്നാമത്തെ ഒരു കാര്യം കേൾക്കണമോ? ആടും മാടിനെ എല്ലാത്തിനെയും ശേഷിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആരാധന നടക്കണമെങ്കിൽ എന്ത് വേണം? ആട് വേണം, മൃഗം വേണം. പക്ഷേ അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന വ്യാപാരം. ഈ ദിവസങ്ങളിൽ ദൈവസഭകൾ മടങ്ങി വരട്ടെ, ദൈവജനം മടങ്ങി വരട്ടെ. ആ പോരാട്ടത്തെ ആര് തിരിച്ചറിഞ്ഞു? ഗിദെയോൻ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയുവാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ചു, അവൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെ, നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങളെ തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ഗിദെയോൻ പറയാണ്, ഞാൻ എൻ്റെ അവകാശത്തെ ശത്രുവിന് കൊടുക്കുകയില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജൂലൈ മാസത്തിൽ നടക്കുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ കൈമാറുകയാണ്. നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ അവകാശത്തെ ഞാൻ ശത്രുവിന് കൊടുക്കുകയില്ല. അവൻ്റെ ശക്തികൾ എത്ര വലുതായിരുന്നാലും, അതിന്റെ പോരാട്ടം എത്ര വലുതായിരുന്നാലും, ഈ രാത്രിയിൽ ഹല്ലേലൂയ ഉത്തരവാദിത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പോരിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ അഴിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിനകത്തെ സ്വസ്ഥതകൾ കെടുത്തുന്ന ഹല്ലേലൂയ, ഞങ്ങളുടെ ഭൗതിക മേഖലകളിൽ പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിക്കുവാൻ കഴിയാതെ കയ്യിൽ ലഭിക്കേണ്ട സമയത്ത് അതിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന ആ മിദ്യാന്യ വ്യാപാരത്തിന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പോരിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അഴിക്കുക. ഹല്ലേലൂയ. ഗിദെയോൻ തീരുമാനിച്ചു, എൻ്റെ അവകാശത്തെ ഞാൻ ശത്രുവിന് കൊടുക്കുകയില്ല. അവൻ ചെയ്ത കാര്യം കേൾക്കണമോ? ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികത്ത് കൊണ്ടുപോയി ഗോതമ്പ് മെതിക്കുന്നു. ഗോതമ്പ് മെതിക്കാൻ ഗിദെയോന് കാരണമായി തീർന്നത് അവൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടത് കൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകളെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടതിൻ്റെ ഒന്നാമത്തെ വിഷയം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ. ഇന്ന് രാത്രിയിൽ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. വെറുതെ ഈ ആലയത്തിൽ നമ്മൾ ആരും വന്നവരല്ല. ദൈവം നമ്മെ കൊണ്ടുവന്നുവെങ്കിൽ
ദൈവത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെ അവകാശമാക്കുന്ന ചില ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ പോരാടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. വേഗത്തിൽ പോട്ടെ, സമയത്തിന് മുൻപോട്ട് പോയി. രണ്ടാമത്തെ വിഷയം, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടേണ്ടത് പരീക്ഷകളെ അതിജീവിക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന് ജീവനുണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ, ശക്തിപ്പെട്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ഒന്നാമത്, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടതിന് വേണ്ടി അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. രണ്ട്, പരീക്ഷകൾ, നമുക്ക് മുൻപിൽ ഒരുങ്ങി വരുന്ന പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, ഹല്ലേലൂയ, പരീക്ഷകളെ അതിജീവിക്കണമെങ്കിൽ വിശദീകരിപ്പാൻ ഇന്ന് രാത്രിയിൽ ഞാൻ സമയമെടുക്കുന്നില്ല. പരീക്ഷയെ ജയിച്ച ഒരു മനുഷ്യനാണ് യോസേഫ്. ദൈവത്തിന് സ്തോത്രം. ദർശനം കണ്ടു, ദൈവകൃപ പ്രാപിച്ചു, സഹോദരന്മാരോട് പറഞ്ഞു, മാതാപിതാക്കളോട് പറഞ്ഞു, അവനെ ദൂഷിച്ചു, പൊട്ടക്കിണറ്റിൽ അവനെ സഹോദരന്മാർ വലിച്ചെറിഞ്ഞു, മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിറ്റുകൊടുത്തു, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ അവൻ കടന്നു ചെന്നു. അവന്റെ മുൻപിൽ പരീക്ഷകളുടെ തിരമാലകൾ ശക്തമായി അടിച്ചപ്പോൾ അവന് മുൻപിൽ കടന്നു വന്ന പരീക്ഷയെ ജയിക്കുവാൻ കാരണമായി തീർന്നത് ഒരു വാക്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും? അകത്ത് ശക്തി പ്രാപിച്ചവൻ മാത്രമേ. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകുന്നു, നിന്റെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല. അടുത്ത വാക്യം, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്നവൻ പറഞ്ഞു. ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചവന് മാത്രമേ നേരിടുന്ന പാപത്തെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. പെന്തിക്കോസ്തി വന്നുകൊണ്ടൊന്നും കാര്യമാകില്ല കേട്ടോ. പാപത്തെ ജയിക്കണമെങ്കിൽ അകത്തെ മനുഷ്യൻ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മൂന്നാമത്തെ, കഷ്ടതയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അകത്തെ മനുഷ്യന് ബലമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്ത 3 യഹൂദ ബാലന്മാരുണ്ടായിരുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്. അവരുടെ രാജകൽപ്പന പുറപ്പെടുവിച്ചു. ദൂരാസമഭൂമിയിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കാത്തവനെ എരിയുന്ന 7 മടങ്ങ് തീയുടെ ശക്തി വരുത്തി. പക്ഷേ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജാവേ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിന്നോട് മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ വിടിവിപ്പാൻ ശക്തനാണ്. 7 മടങ്ങ് പ്രതികൂലം വർദ്ധിച്ചാലും, പ്രതിസന്ധികൾ വർദ്ധിച്ചാലും, ഈ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നമ്മുടെ പരീക്ഷകൾ, കഷ്ടതയുടെ നടുവിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കട്ടെ. പൗലോസിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ അടുത്ത 2 ഭാഗങ്ങൾ ഓടിച്ച് പറഞ്ഞ് നിർത്തുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കണം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം, അല്ലേ? നമ്മളിപ്പോൾ ഒരു പ്രത്യേക യുഗത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ് കുറച്ച് സമയം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് തീർന്നു പോകും. അതിന് റീചാർജ് ചെയ്യണം. ഇപ്പോഴത്തെ വാഹനങ്ങൾ മുഴുവൻ റീചാർജ് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യണം? റീചാർജ് ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. റീചാർജ് ചെയ്യുന്നതാണ്. മാസത്തിൽ ഒരിക്കലൊക്കെ 2-3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? കുടലുണക്കാൻ വേണ്ടിയല്ല, ഭക്ഷണം വെടിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടിയല്ല, നമ്മൾ റീചാർജ് ചെയ്യുന്നതാണ്. ഇന്ന് രാത്രിയിലും റീചാർജ് ചെയ്യട്ടെ. അകത്തെ മനുഷ്യനെ എന്തിനു വേണ്ടിയാണ്? റീചാർജ് ചെയ്യണം. ബലം ക്ഷയിക്കുമ്പോൾ, ജലം ക്ഷയിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ റീചാർജ് ചെയ്യണം. അതിനാണ് ഉപവാസം, അതിനാണ് പ്രാർത്ഥന, അതിനാണ് ദൈവത്തോടുള്ള ദൈവവചന വായന. നമ്മുടെ സമയത്തിൻ്റെ കുറവുകൊണ്ടൊക്കെ പലരെയും ഞാൻ നോക്കാറുണ്ട്. ഒരു ദിവസം ഒരധ്യായം പോലും വായിക്കാൻ നമുക്ക് സമയമില്ലാത്തവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ദൈവമക്കളെ, പ്രാർത്ഥനയും വചനധ്യാനവും നമ്മുടെ ആയുസ്സിൽ മുടക്കരുത്. അത് റീചാർജ് ചെയ്യുന്നതാണ്. ഉപവസിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ഒരു നേരമെങ്കിലും ഒക്കെ വേറിട്ടിരുന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. അത് റീചാർജ് ചെയ്യുന്നതാണ്. ബാറ്ററി ചാർജ് ചെയ്യുന്നത് പോലെ, മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലൊക്കെ നമുക്ക് റീചാർജ് ചെയ്യണം. ദൈവത്തിന് സ്വസ്ഥം. രണ്ടാമത്തെ, ശക്തി ജയിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അരുതാത്ത ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അരുതാത്ത കൂട്ടുകെട്ടുകൾ, നിനക്ക് യോജിക്കാത്തത്, യാതൊന്നുമായിട്ട് നീ കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് പോകരുത്. ദൈവത്തെ സ്തോത്രം.
സ്തോത്രം. ബലഹീനത വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് ആകുവാൻ തക്കവണ്ണം ഇടയാകും. ഒന്നാമത്തെ കാരണം പൗലൂസിൻ്റെ പ്രാർത്ഥന, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. 2 കാര്യങ്ങളിലൂടെ പറഞ്ഞ് 3 കാര്യങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വസിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന അതിനു വേണ്ടിയായിരുന്നു ആമേൻ പൗലൂസ് സഭയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. വിശ്വാസം നിലനിൽക്കുന്നതായിരിക്കണം. ആമേൻ. വിശ്വാസമാണ്. ആമേൻ. കർത്താവിനോട് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടി ഞാൻ ആദ്യമേ മുഖവരയിൽ പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് രണ്ടാമതായി വിശ്വാസമുണ്ടാണ്. വിശ്വാസമുണ്ടായിട്ട് ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ. സ്തോത്രം. ഇന്ന് രാത്രി പലപ്പോഴും നമ്മുടെ വിശ്വാസം, പണ്ട് നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പത്തനാപുരം ദേശത്തെ ചരിത്രമൊക്കെ എനിക്ക് നന്നായി അറിയാം. അന്നുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തതിൻ്റെ ഫലമായി ആമേൻ ആ ദേശത്ത് അനേകായിരങ്ങൾ ഇന്ന് കർത്താവിനെ സേവിക്കുന്ന ദൈവസഭകൾ, ദൈവമക്കളെ ദൈവം കൊണ്ടുവന്നു. അനേകായിരങ്ങളെ വിദേശ രാജ്യങ്ങളിൽ ദൈവം അയച്ചു. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. എൻ്റെ വിഷയത്തിന് കർത്താവ് മറുപടി തരാൻ വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുവാൻ ഇടയാകട്ടെ. മല പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തോടെ കൽപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായിരിക്കണം. ദൈവമക്കളുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ പൗലൂസ് പ്രാർത്ഥിക്കുന്നു നമ്മൾ സ്നേഹത്തിൽ. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആമേൻ വിഷയമെന്ന് പറയുന്നത് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ആമേൻ കൂട്ടുവിശ്വാസികൾ തമ്മിൽ, ആമേൻ ദൈവസഭകൾ തമ്മിൽ, ആരാധിക്കുന്നവർ തമ്മിൽ, അന്യഭാഷ പറയുന്നവർ തമ്മിൽ പോലും സ്നേഹത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലൂസ് പറയാണ് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി തീരണം. ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് എൻ്റെ അടിസ്ഥാന വേരാണ്. അതുകൊണ്ട് നമുക്കിന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം സ്നേഹത്തിൽ, അതിൻ്റെ വേര് സ്നേഹത്തിൽ അടിയുറച്ചിരിക്കട്ടെ. നാലാമത്തെ വിഷയം, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. പൗലൂസ് പ്രാർത്ഥിച്ചത് ആമേൻ ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. 3, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. 4, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞോളൂ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നോട് ഇടപെട്ട ദൈവജനത്തിന് മുമ്പിൽ ഇതാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ എത്ര പേര് ഇന്ന് രാത്രിയിൽ കാലം തയ്യാറാകും? ഒരു നിമിഷം ഏൽപ്പിച്ചാട്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നൽകിയ വചനത്തിൻ്റെ മുൻപിൽ വിവിധ മേഖലകളിലേക്ക് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ കൊണ്ടുപോയി. ആമേൻ. അതിൻ്റെ മുൻപിൽ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ പ്രതിഷ്ഠയോടെ ഞാൻ ഇന്ന് രാത്രിയിൽ നിന്റെ മുൻപിൽ ഞാൻ ഏൽപ്പിക്കുന്നു. പൗലൂസിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നുകൊണ്ട് എഫേസ്യയിലുള്ള ദൈവമക്കളെ പ്രബോധിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ദൈവസഭയോട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ദൈവത്തിൻ്റെ നിറവോളം നിറഞ്ഞു വരുവാൻ ആമേൻ ഇടയാകണമെന്നുണ്ടെങ്കിൽ ആമേൻ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. സ്നേഹത്തിൽ നമ്മൾ വേരുന്നവരാകണം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായി ആമേൻ കർത്താവിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുക്കപ്പെടുവാൻ ഇടയാകട്ടെ. അതിനകത്ത് മുമ്പിൽ എല്ലാവരും ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരങ്ങൾ, ചില ആമേൻ പോരുകൾ മാറട്ടെ, ചില അന്യായ ശക്തികൾ മാറട്ടെ. നമുക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില കോട്ടകൾ ഇന്ന് രാത്രിയിൽ ആമേൻ പരിശുദ്ധാത്മാവിൽ ശാസിച്ച് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ചില അമാലേക്യ ശക്തികൾ, ഫെലിസ്ത്യ ശക്തികൾ, ചില മിദ്യാന്യ ശക്തികൾ ഇന്ന് രാത്രി ആമേൻ അടിയറ പറയുന്ന പകല രാത്രിയായി മാറട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇതിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കാലവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. അതിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവം സഹായിക്കണം. ഈ സഭയെ അനുഗ്രഹിക്കണമേ, ജനത്തെ അനുഗ്രഹിക്കണം. വിശേഷാൽ ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീഷ്യമാക്കണമേ. ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവസഭയായി ഇത് വളരട്ട് കർത്താവേ. ആത്മാക്കളെ കൊണ്ട് നിറയട്ട് കർത്താവേ. ആമേൻ. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കട്ടെ കർത്താവേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവ് സഹായിക്കണം. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ സഹായിക്കും.